രണ്ടാമത്തതുണ്ട് സംസാരത്തിലെ ദിക്ർ. എന്താ സംസാരത്തിലെ ദിക്ർ എന്ന് പറഞ്ഞാൽ? ദിക്റുസ് സ്വാലിഹീന ഇബാദത്തുൻ ദിക്റുൽ അംബിയാഇ കഫാറത്തുൻ വദിക്റുസ് സ്വാലിഹീന ഇബാദത്തുൻ. ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വദിക്റുസ് സ്വാലിഹീന കഫാറത്തുൻ ഔ കമാ ഖാൽ. അംബിയാക്കളെ കുറിച്ച് പറയൽ, സ്വാലിഹീങ്ങളെ കുറിച്ച് പറയൽ. സ്വാലിഹീങ്ങളെ കുറിച്ച് പറയൽ എന്നുള്ളടത്ത് അതിന്റെ തഫ്സീറിലുണ്ട് ഐ ദിക്റു അസ്മാഇഹിം, അവരുടെ പേര് പറയൽ. സ്വാലിഹീങ്ങളെ പറ്റി പറയാന്ന് പറഞ്ഞാല് അവരുടെ പേര് പറയാം. ആദം നബി അലൈഹിസ്സലാം വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ തസ്ബീഹ്മാല എടുക്കുക. എന്നിട്ടോ ആദം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, അങ്ങനെ പറയാം. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, അങ്ങനെ പറയാം. ദിക്റുസ് സ്വാലിഹീന എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളുടെ പേര് പറയാം. ശംസുൽ ഉലമാഇ റളിയല്ലാഹു അൻഹു, കണ്ണിയത്ത് ഉസ്താദ് റഹിമഹുല്ലാ, ചെറുശ്ശേരി ഉസ്താദ് റഹിമഹുല്ലാ, ഇങ്ങനെ സ്വാലിഹീങ്ങളുടെ പേര് ഇങ്ങനെ പറയാം. തന്നെ ചരിത്രം പറയണമെന്നില്ല, പേര് മാത്രം പറഞ്ഞാൽ മതി. ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദുമ സ്വാലിഹ് വ ഇബ്രാഹിമു കുല്ലും മുത്തബഅ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖുൻ കദാ യാഖൂബു യൂസുഫു വ അയ്യൂബു ഹ്തദാ ശുഐബു ഹാറൂനു വ മൂസാ അൽ-യസഅ ദുൽകിഫിലി ദാവൂദു സുലൈമാനു തബഅ. ഞാൻ ഇപ്പൊ ചൊല്ലിയത് കിഫായത്തുൽ അവാം എന്ന കിതാബിലുള്ളതാണ്. കിഫായത്തുൽ അവാം എന്ന കിതാബ് വല്യമ്മ ചെല്ലണ 15 വക ഏടിലുള്ളതാണ്. അതെന്തേ വല്യമ്മ ചെല്ലണത് എന്ന് പറയാൻ കാരണം? വല്യപ്പ ചെല്ലാത്തോണ്ട് തന്നെ. വല്യപ്പ ചെല്ലാത്തോണ്ട് തന്നെയാണ് പറയാൻ കാരണം. വല്യമ്മയെ ചെല്ല അതിലുണ്ട്. ദർസിലേക്ക് ഓതാൻ പോണ കുട്ടികള് ദർസോത്ത് തുടങ്ങണ സമയത്ത് ഓതി കൊടുക്കണ സബഅത്ത് കുത്തുബ് എന്ന് പറഞ്ഞ 7 ബൈത്ത് കിതാബുണ്ട്. അതിൽപ്പെട്ടൊരു കിതാബാണ് കിഫായത്തുൽ അവാം. അതിലുള്ളതാണ്. ഇത് ചൊല്ലിയാൽ ടെൻഷൻ ഉണ്ടാവൂല എന്ന് ത്വൽസമാത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ അതിലുള്ളത്? കുറെ ആൾക്കാരെ പേര് മുസ്തഫ خيرنا فاخترنا النبي المقتفى عائشة وحفصة وسوداء صفية ميمونة ورملة هند وزينب كجويريا للمؤمنين أمهات مرضيا. ഞാൻ ചൊല്ലിയത് കിഫായത്തുൽ അവാം എന്ന കിതാബിലുള്ളതാണ്. കിഫായത്തുൽ അവാം എന്ന കിതാബ് വല്യമ്മ ചെല്ലണേ പറഞ്ഞോളി, അതന്നെയാണ് അന്ന് അർത്ഥം പറഞ്ഞു തന്നെയാണ് ഈ പറയണേ. ഞാൻ ചൊല്ലിയത് കിഫായത്തുൽ അവാം എന്ന കിതാബിലുള്ളതാണ്. കിഫായത്തുൽ അവാം എന്ന കിതാബ് വല്യമ്മ ചെല്ലണ 15 വക ഏടിലുള്ളതാണ്. ഇത് ചെല്ലിയാൽ ടെൻഷൻ ഉണ്ടാവൂല എന്ന് ത്വൽസമാത്തിന്റെ കിതാബിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലുള്ളത് മഹത്തുക്കളായ ആൾക്കാരെ പേര് ഇല്ല, എന്താ ഉള്ളത് തന്നെ ഇതെന്റെ സംഗതി. അപ്പൊ ദിക്ർ പറയൽ, അതാണ് രണ്ടാമത്തത്. സ്വാലിഹീങ്ങളുടെ പേര് പറയാം. വേഗന കോയപ്പാപ്പ എന്ന് പറയാ, അമ്പംകുന്നം ഈരാനോലിപ്പാപ്പ എന്ന് പറയുന്നേ. സ്വാലിഹീങ്ങളുടെ പാണക്കാട് പൂക്കോയ തങ്ങൾ എന്ന് പറയാ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന് പറയാ. പേര് പറയൽ തന്നെ, അതന്നെ സ്വാലിഹീങ്ങളുടെ പേര് പറയുക. ഇതാണ് രണ്ടാമത്തെ ദിക്ർ. മൂന്നാമത്തെ ദിക്റുണ്ട് ദിക്ർ ചെയ്യല്. അഖിമിസ്സലാത്ത ലിദിക്രി, എന്റെ ദിക്റിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം. നിസ്കാരം ഒരു ദിക്റാണ്, കാരണം അത് ദിക്ർ ചെയ്യലാണ്. മൂന്നാമത്തെ ഒരു ദിക്റുണ്ട് ദിക്ർ ചൊല്ലല്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ചൊല്ലാം. അവസാന കാലഘട്ടത്തിലെ മുഅ്മിനിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ കാലത്തും മുഅ്മിനീങ്ങൾ ഉണ്ടാവും, എല്ലാ കാലത്തും സ്വാലിഹീങ്ങൾ ഉണ്ടാവും. അവസാന കാലഘട്ടത്തിലെ മുഅ്മിനിനെ കുറിച്ച് പറയുന്നുണ്ട്. വല്ലിപ്പ ഒഴിഞ്ഞിരിക്കണ സമയത്ത്, വല്ലിപ്പ ഇങ്ങനെ ഒഴിഞ്ഞ് സിറ്റ് ഔട്ടിലിരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാറുണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കുന്ന പേരക്കുട്ടി ഒരു കാലത്ത് മുഅ്മിനായിരിക്കും.
എല്ലാ കാലത്തെയും മുഅ്മിനീങ്ങൾ ഒരേമാതിരി അല്ല. ചെറിയ ചലനത്തെ നമ്മൾ വലുതായി കാണണം. വെള്ളിയാഴ്ചയെങ്കിലും ഒന്ന് പള്ളിയേക്ക് വന്നു കിട്ടിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ചെറിയ മാറ്റത്തെ വലുതായി കാണണം. 24 മണിക്കൂറും ടർഫിൽ ഒച്ചയും വിളിയാണ്. മഗ്‌രിബ് വാങ്ങിക്കൊടുത്തപ്പോൾ ഒന്ന് നിർത്തി കിട്ടി, അൽഹംദുലില്ലാഹ്. ചെറിയ മാറ്റത്തെ വലിയ മാറ്റമായി കാണണം. കാരണം കാലഘട്ടം അങ്ങനെയാണ്. എന്നാൽ ഞാൻ കാലഘട്ടത്തെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതോട്ടില്ലേനും. കാലഘട്ടത്തിനല്ല കുഴപ്പമുള്ളത്, നമ്മക്കാണ്. കാലഘട്ടം പണ്ടും ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു മാസം എന്ന് പറഞ്ഞാൽ 30 ദിവസമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ പണ്ടും 7 ദിവസമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പണ്ടും 24 മണിക്കൂറാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാലഘട്ടത്തിനല്ല കുഴപ്പമുള്ളത്, ഞമ്മക്ക് കുഴപ്പം പറ്റിയതാ. കാലഘട്ടത്തിനൊരു പ്രശ്നമില്ല. നമ്മൾ നേരാകാൻ തീരുമാനിച്ചാൽ മൊത്തത്തിൽ മാറും. ഉസ്താദേ, ഞാൻ ഏതായാലും ഇപ്പം ഇങ്ങനെ ആയിപ്പോയി, കുട്ടികളെങ്കിലും ഒന്ന് നേരാകാൻ വേണ്ടി നിങ്ങളൊന്നും ദ്വാരക്കൊണ്ടുപോകുന്നു, നടക്കൂല. ആദ്യം നമ്മളൊന്നാണ്ട് നേരാകാൻ വേണ്ടി തീരുമാനിക്കണം. 12:15 മുമ്പാണ് ഇപ്പോൾ ളുഹർ ബാങ്ക് കൊടുക്കണത്. എത്രക്കാ ജുമക്ക് പോകലെന്ന് ആദ്യം നമ്മളൊന്നാണ്ട് ആലോചിച്ച് നോക്കുക. എന്നിട്ടല്ലേ പിന്നെ കുട്ടികൾ. ആദ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എപ്പോഴാണ് ജുമക്ക് പോകേണ്ടത്. ഇപ്പം 12:15 ളുഹർ ബാങ്ക്. നമ്മളെപ്പോഴാണ് ജുമക്ക് പോകല്? തന്നെ ഔത്തപ്പള്ളി പോലെ ഒന്നും അറിയണില്ല എന്ന് ഖുതുബ തുടങ്ങണ നേരത്തെ. ഔത്തപ്പള്ളി എന്നറിയണില്ല. എന്നിട്ട് നമ്മൾ വെറുതെ കുട്ടികളെ കുറ്റം പറയണ എന്താ കാര്യം? ഓൽക്കൊരു കുഴപ്പമില്ല. റമദാൻ മാസം ആയാൽ അങ്ങാടിത്തെ പള്ളിയിലെ ഹൗലക്ക് വെള്ളടിച്ചാൽ തികയാത്തത് വയസ്സന്മാർ നിൽക്കിച്ചിട്ടല്ല, ചെറുപ്പക്കാർ കരിയാണ് നിൽക്കിച്ചിട്ടാണ്. ഓൽക്ക് എന്താ കുഴപ്പം? ഓൽക്കല്ല കുഴപ്പമുള്ളത്. നമ്മൾ നേരത്തെ ചുമക്ക് പോകില്ല. വയസ്സന്മാര് പെരേന്നൊക്കെ പുറപ്പെടും. പിന്നെ ആ പീടിയിലൊന്ന് നിന്ന് ഈ പീടിയിലൊന്ന് നിന്ന് അവിടുന്ന് ഒരു പഴംപൊരിയും ചായയും കുടിച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ, നേരത്തെ ഒന്നാണ് പള്ളിയേക്ക് കയറിക്കൂടെ. ഇനി ചെന്നാൽ തന്നെ ആവതും കരക്കെന്നാണ്ട് വർത്താനം പറയും ചെയ്യും. കുട്ടികൾ പള്ളിൻ്റെ മേലെ കയറിയിരുന്ന് വർത്താനം പറയാന്നുള്ള പരാതിയാണ് നമുക്ക്. കുട്ടികൾ പള്ളിൻ്റെ മേലെന്ന് വർത്താനം പറയരുത് എന്ന് അഭിപ്രായമുള്ള ഏതെങ്കിലും കാരണവരുണ്ടെങ്കിൽ ഹൗദും കരക്കൊന്നും പറയരുത്. ഹൗദും കരക്കും പള്ളിൻ്റെ മേലേക്ക് ഒരേമാതിരി തന്നെയാണ്. ജുമയ്ക്ക് എന്നാലും വർത്താനം പറയാതിരിക്കുക, എവിടെയും ചെയ്യരുത്. കുട്ടികൾക്കല്ല കുഴപ്പം, വയസ്സന്മാർക്ക് തന്നെ കുഴപ്പമുള്ളത്. കാരണന്മാർക്കും നേതാക്കന്മാർക്കും എനിക്കും നിൽക്കും ഞമ്മക്കാ കുഴപ്പമുള്ളത്. നമ്മളൊന്ന് നേരായാൽ മതി, സംഗതി നേരാവും. അതുകൊണ്ട് വെറുതെ കാലഘട്ടത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനൊന്നും കഴിയൂല. കാലഘട്ടത്തിനല്ല കുഴപ്പമുള്ളത്, ഞമ്മക്കാണ് കുഴപ്പമുള്ളത്. അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. പൂർവികന്മാരായ ആളുകളെ കുറിച്ച് പറയുക, അവരെ കുറിച്ച് കേൾക്കുക. കുട്ടികൾക്കൊക്കെ നമ്മൾ വല്യാപ്പാരെ കഥ പറഞ്ഞു കൊടുക്കണം. നമ്മളൊക്കെ വല്യാപ്പാരെ നോക്കിയാൽ മതി, ഓലെന്നെ വലിയ ആൾക്കാരേക്കാരോ. വല്ലാതെ ദൂരത്തേക്കൊന്നും വേണ്ട. ഒരു 3-മത്തെ 4-മത്തെ വല്യാപ്പാനെടുത്ത് പരിശോധിച്ച് നോക്കി. 8 മണിക്ക് ജുമയ്ക്ക് പോകും. വെള്ളിയാഴ്ച നേരം വെളുത്താൽ ആദ്യത്തെ പരിപാടി താടിയും മുടിയും നഖവും നേരാക്കലാണ്. ഇന്നിപ്പം പരിശോധിച്ചാൽ നഖം മുറിക്കാത്ത 10 എണ്ണത്തിനേലും കാണും. ഇപ്പം നോക്കിയാൽ കാണും, നോക്കണ്ട, നോക്കിയാൽ കാണും. പുതിയാപ്പിള വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്തവനെ ഞാൻ കണ്ടിട്ടുണ്ട്. പള്ളിക്കത്തെ ഖത്തീബാണ് ഞാൻ. നിക്കാഹിന് പലപ്പോഴും പോകലുണ്ട്. പുതിയാപ്പിള വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്തവനെ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യമാണ്, 1 അല്ല 2 എണ്ണം കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്കത് നോക്കണൊരു പണിയുള്ളതുകൊണ്ടായിരിക്കാം. മറന്നതോ? ഓൻ താടി ഒന്നാക്കാനും മറക്കണ്ടേ? അതിൻ്റെ മറക്കാൻ ചെയ്തു. മറന്നിക്കാണെങ്കിൽ താടി ഒന്നാക്കാനും മറക്കണ്ടേ? അതിലൊരു സംഗതി ഉണ്ട്. എന്താ വെച്ചാൽ ഭദ്രകാളിയുടെ സ്വഭാവമാണ് ഈ നഖം മുറിച്ചാതിരിക്കല്. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഭദ്രകാളി, ഓങ്കാളി, മഹാകാളി, ഭദ്രകാളി, തക്കാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനം ഉണ്ടായി പെട്ടതാണ്. അതിൻ്റെ സ്വഭാവമാണ് ഈ പറഞ്ഞ സാധനം. അത് നഖം മുറിക്കൂല. എന്താ അതിൻ്റെ പണി? അതിൻ്റെ പണി ഇമ്മാനോട് തെറ്റുണ്ടാക്കലാണ് പണി. നഖം മുറിക്കാൻ മറന്നോന് ഇമ്മാനായിട്ട് പ്രശ്നം ഉണ്ടാവും. പരിശോധിച്ച് നോക്കോളൂ നിങ്ങൾ, വെറുതെ പറയാന്നല്ല. ഓൻ്റെ അമ്മയും കൂടിയും പ്രശ്നം ഉണ്ടാവും. അതാണ് നഖം മുറിക്കാൻ മറക്കണതിൻ്റെ കാരണം. വെറുതെ മറക്കൊന്നുമില്ല. വെറുതെ ഒരു മനുഷ്യൻ മറക്കൂല. മറക്കണതിനൊരു കാരണമുണ്ട്. തന്നെ സംഗതി. അപ്പം എന്താ വേണ്ടത്? എല്ലാവരും അവനാൻ്റെ നോക്കിയാൽ മതി, അടുത്തുള്ളത് നോക്കരുത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കിക്കോളൂ, ഇപ്പം നോക്കരുത്. ഇപ്പോഴല്ലേ നമ്മൾ കേട്ടോളൂ, മുമ്പ് കേട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്നാലേ നമ്മളെ വല്യാപ്പാനൊന്ന് പരിശോധിച്ച് നോക്കി. മുമ്പർക്ക് വെള്ളിയാഴ്ച നേരം വെളുത്താലേ നഖം മുറിച്ച് ഒരുങ്ങി തുണിയും കപ്പായൊക്കെ തിരുമ്പി നേരാക്കി, ആകെ ഒരു കൂട്ടേ ഉണ്ടാവുള്ളൂ. എന്നാലും അതൊന്ന് തിരുമ്പി നേരാക്കി ഇസ്തിരിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് ഉരുട്ടി പെരട്ടി ഒക്കെ ഒന്ന് ഉഷാറാക്കിയിട്ട് പോകും. നേരത്തെ ജുമക്കും 3 അൽക്കഫ് ഓതിയാൽ സമയം ബാക്കിയായിരുന്നു വല്യപ്പാക്ക്. ഇന്ന് ഒരു അൽക്കഫ് മുഴുവനാകുന്നില്ല. കാലാലം മക്കുല്ലൊക്കെ ഇന്നക്കാന്ന് പറയുമ്പോൾ അതിന് ബാങ്കാണ് കൊടുത്തു.
ഇനിയിപ്പോൾ അവിടെ കെട്ടാൻ തീരുമാനിച്ചു. ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽകഹഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് നൂറ് ആയിരിക്കും, പ്രകാശമായിരിക്കുമെന്ന് ഷഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽകഹഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് ഖബറിൽ അവന് പ്രകാശമായിരിക്കും. പ്രകാശം എന്ന് പറയുന്നത് ഈമാന്റെ സിമ്പലാണ്. നൂറ് എന്ന് പറയുന്നത് ഈമാന്റെ സിമ്പലാണ്. നൂറായിരിക്കും എന്ന് പറഞ്ഞാൽ ഈമാൻ ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു വെള്ളിയാഴ്ച അൽകഹഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ചക്കിടയിൽ അവൻ മരണപ്പെടുകയാണെങ്കിൽ ഈമാനില്ലാതെ മരണപ്പെടുകയില്ല എന്നർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മുൻഗാമികൾക്ക് 3 അൽകഹഫ് ഓതിയാലും സമയം ബാക്കിയായിരുന്നു. നമ്മളൊക്കെ നാട്ടിൽ അൽകഹഫും സലാത്തും എന്നൊരു ഏടുണ്ടായിരുന്നു. ഇപ്പോൾ കാണാനില്ല. എന്തേ? നേരം ചേച്ചി വെള്ളിയാഴ്ച ജുമഅക്കെന്നാലേ അൽകഹഫും സലാത്തും എന്നൊരു ഏടുണ്ട്. ഒരു ഏട്, അതിൽ പകുതി വരെ അൽകഹഫ്, അവിടുന്ന് അങ്ങോട്ട് ഹിസ്ബുൽ ജുമുഅ എന്ന് പറഞ്ഞിട്ട് ഹിസ്ബു യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞിട്ടൊരു സലാത്തും ഉണ്ടാവും. അങ്ങനത്തെ ഏടാണ് മുമ്പ് ജുമഅക്ക് ഉണ്ടായിരുന്നത്. അതൊന്നും വേണ്ടെന്ന അഭിപ്രായമുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷെ ഭൂരിഭാഗവും അത് പറ്റും എന്നുള്ള അഭിപ്രായക്കാരനെയാണ്. കുറച്ച് ആൾക്കാർ വേണ്ടെന്ന അഭിപ്രായമുള്ളവരുണ്ടാവും. അപ്പോൾ വേണ്ടെന്ന അഭിപ്രായം ഉള്ളതുകൊണ്ട് പോയതല്ല അത്, പിന്നെന്തേ ഓതായിട്ട് പോയത് തന്നെയാണ്. ഒരു വിഷയം ഹലാലാകാൻ ഒരുപാട് വഴിയുണ്ട്. ഹലാലാകാൻ ഒരുപാട് വഴിയുണ്ട്. മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്കറിയാം, ജീവൻ നിലനിർത്താൻ വേണ്ടി ചത്ത പന്നിയുടെ മാംസം കഴിക്കൽ ഹലാലാണ്. തൊയ്യിബാവൂല. ജീവൻ നിലനിർത്താൻ ഒരാൾക്ക് ജീവൻ പോകാൻ പോവാണ്. അപ്പൊ ഒരു പന്നി ചത്തിടക്കുന്നുണ്ട്. ജീവൻ നിലനിർത്താൻ വേണ്ടി ചത്ത പന്നിയുടെ മാംസം കഴിക്കൽ ഹലാലാകും. പക്ഷേ അത് തൊയ്യിബാവൂല. ഹലാല് വേറെയാണ്, തൊയ്യിബ് വേറെയാണ്. തൊയ്യിബ് എന്ന് പറഞ്ഞാൽ നൽകുന്നവന് തൃപ്തി ഉണ്ടായിരിക്കണം, അപ്പോൾ മാത്രമേ തൊയ്യിബാവുള്ളൂ. കച്ചവടമാണ് ഉദാഹരണം. കച്ചവടം ചെയ്യാണ് ഒരാളത്തെ എന്തെങ്കിലും ഒരു മുതലുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് മൊബൈൽ കച്ചവടമാണെന്ന് വിചാരിക്കാം. എനിക്ക് മൊബൈൽ കച്ചവടമാണ്, ഞാൻ ജപ്പാനിൽ നിന്ന് ഇറക്കിയതാണ് ഈ മൊബൈൽ എന്ന് വിചാരിച്ചോളി. വിചാരിക്കാപ്പം എന്തും വിചാരിക്കാലോ. ഇത് ഫ്രീ കിട്ടിയതാണ്, മൂല്യന്മാരൊന്നും കൈയെടുത്ത് വാങ്ങലില്ല, ഒക്കെ ഫ്രീ കിട്ടിയതാണ്. ഇത് ജപ്പാനിൽ നിന്ന് ഞാൻ ഇറക്കുമതി ചെയ്തതാണെന്ന് വിചാരിച്ചോളി. ഇതിന് 10,000 രൂപയാണ് എനിക്കവിടെ വില. ഇൻ്റെ മുതലാണ്. എനിക്ക് 15-ന് വിൽക്കാം, 20-ന് വിൽക്കാം. വേണ്ടവർ മേടിച്ചാൽ മതി, താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി. 20-ന് ഇത് വാങ്ങി എഴുതിയിട്ട് ആൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. നഷ്ടമാവുമെങ്കിൽ കൊള്ളലാഭാവും, അതുകൊണ്ട് പറ്റൂല. 20-ന് വാങ്ങാം, ഹലാലാവും. തൊയ്യിബാകണമെങ്കിൽ ഇത് വാങ്ങിയ ആള് ഇതിൻ്റെ ഒറിജിനൽ വില അറിയുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവണം. മനസ്സിലായില്ല നിങ്ങൾക്ക്? പള്ളിൻ്റെ അടുത്ത് 10 സെൻറ്റ് സ്ഥലമുണ്ട് കച്ചവടത്തിന്. നമ്മളത് വാങ്ങി സെൻറ്റിന് 1,00,000 റുപ്യയായിട്ട് 10 ലക്ഷം റുപ്യക്ക് വാങ്ങി എന്ന് വിചാരിച്ചോളി. എവിടുന്നാ ഇപ്പോൾ സെൻറ്റിന് 1,00,000-ന് കിട്ടുക? കുറച്ച് വേണമെന്നൊന്നും പറയാൻ വരണ്ട, വിചാരിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പള്ളിൻ്റെ അടുത്ത് 10 സെൻറ്റ് സ്ഥലമുണ്ട്. സെൻറ്റിന് 1,00,000 റുപ്യയായിട്ട് 10 ലക്ഷം റുപ്യക്ക് നമ്മളത് വാങ്ങിയിട്ട് പട്ടയം ഉണ്ടായിരുന്നില്ല, പട്ടയം വാങ്ങി നികുതി അടച്ചു. സൈഡ് ചുവന്ന കല്ലുകൊണ്ട് 4 വരി കെട്ടി വൃത്തിയാക്കി. കുറച്ച് JCB കൊടുത്തിട്ട് മണ്ണൊക്കെ ഒന്ന് നിരത്തി, കുറച്ച് വാഴ കുഴിച്ചിട്ടു, ദേശം മുരിങ്ങാക്കാലൊക്കെ നാട്ടി, അതിമ കുരുവളകിൻ്റെ വള്ളിയൊക്കെ കയറ്റി. കണ്ടാൽ ഭയങ്കര റാഹത്ത്. ഒരു ഗൾഫേരൻ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആ പള്ളിൻ്റെ മുമ്പിലുള്ള 10 സെൻറ്റ് കൊടുക്കുമോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്താ തരേണ്ടതെന്ന് ചോദിച്ചു. പിന്നെ ഞാനത് സെൻറ്റിന് 1,00,000 10 ലക്ഷത്തിന് വാങ്ങിയതാണ്. അതിന് പട്ടയം ഉണ്ടായിരുന്നില്ല, അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്, നികുതി അടച്ചിട്ടുണ്ട്, എൻ്റെ പേരിൽ രജിസ്റ്ററാണ്, സൈഡൊക്കെ ഞാൻ കെട്ടി വൃത്തിയാക്കിയതാണ്, ഇപ്പം കാണുന്ന കോലത്തിൽ ഞാൻ ആക്കിയതാണ്. സെൻറ്റും 50 റുപ്യ കിട്ടണം, 15 ലക്ഷത്തിനാണെങ്കിൽ അനക്ക് തരാം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. ഓനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയിട്ട് 2 കച്ചവടക്കാരെ കണ്ടിട്ട് ചോദിച്ചു, എടാ നമ്മളെ പള്ളിയുടെ മുമ്പിലുള്ള അബ്ദുറഹ്മാൻ്റെ 10 സെൻറ്റ് വാങ്ങണം എന്നുണ്ട്, 15 റുപ്യയായിട്ട് തരാമെന്ന് പറയുന്നുണ്ട്, എങ്ങനെ ഉണ്ടാവും വാങ്ങിയാലും ചോദിച്ചപ്പോൾ
ചോദിച്ചവരൊക്കെ പറഞ്ഞു കുഴപ്പമില്ല, വാങ്ങിക്കോ, നല്ല സ്ഥലമാണ്, 15 അത് നഷ്ടമൊന്നുമില്ലായിരുന്നു. അവസാനം അമ്മോൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അമ്മ കാക്കാം, നമ്മളാ പള്ളിൻ്റെ മുമ്പിലുള്ള അബ്ദുറഹ്മാൻ്റെ 10 സെൻറ്റ് ഞാൻ പെര വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ കരുതിയിട്ടുണ്ട്, 15 റുപ്യക്ക് തരാമെന്നാണ് പറയണത്, എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അമ്മോനും പറഞ്ഞു വാങ്ങിക്കടാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ വന്നുങ്ങാണ്ട് 1,00,000 റുപ്യ അഡ്വാൻസ് തന്നാണ്ട് ബാക്കി 3 മാസം കൊണ്ട് തരാമെന്നും പറഞ്ഞുങ്ങാണ്ട് പോകുമ്പോൾ കിട്ടണ 5,00,000 റുപ്യല്ലേ തൊയ്യബാണ്. അതങ്ങോട്ട് തിന്നാൻ കൊടുത്താൽ കുട്ടികൾ നേരാകാൻ വേറൊന്നും ചെയ്യണ്ട. ഇതാണ് തൊയ്യബ്. ഇവിടെ നമ്മളെങ്ങനെ വിചാരിക്കണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെല്ലാവരും കച്ചവടക്കാരാണ്. എല്ലാ മനുഷ്യന്മാരും ഒരു നിലക്കല്ലെങ്കിൽ വേറെ നിലക്ക് കച്ചവടക്കാരായിക്കാരം. വാങ്ങാത്തവരും വിൽക്കാത്തവരും ആരുമില്ല. എല്ലാവരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് കച്ചവടക്കാരാണ്. എത്രയ്ക്ക് ഇജ്ജത് വാങ്ങിയെന്ന് ചോദിച്ചാൽ അത് എന്തിനാ ഇജ്ജ അറിയണതെന്ന് ചോദിക്കും. വാങ്ങിയ വില നമ്മൾ പറയാൻ തയ്യാറില്ല. എന്തേ കാര്യം അതന്നെയാണ് പ്രശ്നം. ഏറ്റവും നല്ല അമല് കച്ചവടമാണ്. കേടൊന്നാൽ അത്ര മോശപ്പെട്ട വേറൊരു പണിയില്ല. നല്ലത് കേടൊന്നാലാണ് ഏറ്റവും മോശമാകുക. എത്തിങ്ങാനെന്ന് ചാടിപ്പോയാൽ പിന്നെ ഒന്നിനും പറ്റൂലല്ലോ. എത്തിങ്ങാനെന്ന് ദർശന്ന് ചാടിപ്പോയ ആൾക്കാരൊന്നും പിന്നെ ഒന്നിനും പറ്റാതാവും. നല്ലത് കേടൊന്നാൽ ഒറ്റ മോശമായി. ഏറ്റവും നല്ല അമൽ കച്ചവടമാണ്. ഏറ്റവും നല്ല സ്വാലിഹായ നല്ല വരുമാനമുള്ള കച്ചവടക്കാരന് സിദ്ദീഖുൽ അക്ബറിന്റെ കൂടെ സ്വർഗത്തിലുണ്ടാകുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അത്താജിറു സ്വദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സുദ്ദീഖീൻ. വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ അമ്പിയാക്കളോടും സിദ്ദീഖീങ്ങളോടും ഒപ്പം സ്വർഗത്തിലാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ. അപ്പൊ കച്ചവടത്തിൽ 2 എണ്ണം വേണം. വിശ്വസ്തത മാത്രം പോരാ, സത്യസന്ധത മാത്രം പോരാ, കച്ചവടത്തിൽ 2ഉം വേണം. എന്നാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ കൂടെ സ്വർഗത്തിലാവും. സിദ്ദീഖ് റളിയല്ലാഹുവിനും കച്ചവടക്കാരനായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹുവിന് കച്ചവടക്കാരനായിരുന്നു. തുണി വ്യാപാരിയായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്. തുണിക്കച്ചവടക്കാരനാണ്. ഖലീഫയായി മഹാനവറുകൾ ഖിലാഫത്ത് ഏറ്റെടുത്തതിൻ്റെ പിറ്റേ ദിവസം മൂപ്പര് തുണിക്കച്ചവടത്തിന് പോവുകയാണ്. ചുമടക്കൂടി ഏറ്റിങ്ങാണ്ട് വഴിയിൽ നിന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ കണ്ടു. എവിടേക്കാപ്പം നിങ്ങൾ പോണതെന്ന് ചോദിച്ചു. ഞാൻ കച്ചവടത്തിന് പോകുകയാണ് പറഞ്ഞു. ഇങ്ങനെ കച്ചവടത്തിന് പോയാൽ നാട്ടുകാരെ കാര്യം ആരാ നോക്കുക എന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറഞ്ഞു, ഞാൻ കച്ചവടത്തിന് പോകാതെ ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞിരുന്നാൽ എൻ്റെ കുട്ടികളെ കാര്യം ആരാ നോക്കുക പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിന് എന്ത് ചെയ്തു വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കൂട്ടിയിട്ട് ബൈത്തുൽ മാലിൻ്റെ സൂക്ഷിപ്പുകാരനായ സഹാബിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. പൊതുഖജനാവിൻ്റെ സൂക്ഷിപ്പുകാരനായ ഖജാഞ്ചിൻ്റെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഈ അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ കച്ചവടത്തിന് പോയാൽ നാട്ടിലെ കാര്യം മൊത്തം പ്രശ്നമാവും, അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചെലവ് ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. ബൈത്തുൽ മാലിൻ്റെ സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഒരാളെ ചെലവ് കൊടുക്കാറുണ്ട്. ഒരാളെ. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, ഒരാളതോ ബാക്കിയുള്ളവരുടെ എന്താ കാട്ടുക ചോദിച്ചു. ഒരാളത് കൊടുത്തിട്ട് ബാക്കിയുള്ളവരുടെ എന്താ കാട്ടുക? സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ഒന്നായിക്കോട്ടെ, 2 ആളത് ഭാര്യൻ്റെ കൂടെയും കൊടുത്തോളാറുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, പറ്റൂലായിരുന്നു. 2 ആളത് കൊടുത്തിട്ട് കുട്ടികളത് എന്താ കാട്ടുക എന്ന് പറഞ്ഞു. ഈ ശമ്പളത്തിന് തിരക്കൂടൽ അന്ന് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അത് കൊടുക്കാനുള്ള മടി അക്കാലത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഉണ്ടായി. ഉസ്താദന്മാരാരെയും സ്വകാര്യത്തിൽ കണ്ടിട്ടില്ല, വാട്സപ്പിൽ ബന്ധപ്പെട്ടിട്ടില്ല, ഒരു സംഭവവും ഇല്ല. നമ്മളൊക്കെ മലപ്പുറത്തേരും മലബാറുകാരും ഒക്കെ ആയതുകൊണ്ട്, മലപ്പുറം കോഴിക്കോട് ആയതുകൊണ്ട് ഏകദേശം നാട്ടിൽ എങ്ങനെയൊക്കെയാന്ന് എനിക്കറിയാലോ, അതുകൊണ്ട് ഇങ്ങനെ പറയാന്നേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തോന്നും, ഇവിടുന്ന് ആരോ ഫോൺ ചെയ്തിട്ടുണ്ട് മൂപ്പരിക്കുന്നു. ഒന്നാമത് ഫോൺ ചെയ്താൽ എടുക്കുന്ന സ്വഭാവം തന്നെ എനിക്കില്ല എന്നുള്ളതാണ്. വാട്സപ്പ് എപ്പോഴേലൊക്കെ ഒന്ന് നോക്കും എന്നുള്ളതാണ് സംഗതി. നമ്മളൊക്കെ നാടുകളിൽ ഇങ്ങനെയാണ്. എന്തായാലും ഉമർ ഖത്താബ് റളിയല്ലാഹു സിദ്ദീഖുൽ അക്ബറിനെ കൂട്ടിക്കൊണ്ടായിട്ട് ഇങ്ങനെ പറഞ്ഞു. അവസാനം ഒരു ദിവസത്തിന് ഒരാടിൻ്റെ പകുതി നൽകാമെന്ന് തീരുമാനമായി. അന്ന് ഏറ്റവും വില കുറഞ്ഞ സാധനം ആടാന്നും കൂടി പരിഗണിക്കണം കേട്ടോ. എല്ലാവരുടെ ഉള്ള സാധനം ആടാണ്. ഒരാടിൻ്റെ പകുതി ഒരു ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് നൽകാമെന്ന് തീരുമാനമായി. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാലിൽ നിന്ന് ഒരു ദിവസത്തിന് ഒരാടിൻ്റെ പകുതിയുടെ ഖദർ കണക്കനുസരിച്ച് കൈപ്പറ്റി ജീവിച്ചു. പക്ഷേ മഹാനവറുകൾ വഫാത്തിൻ്റെ മുന്നേ തനിക്കുണ്ടായിരുന്ന മുതൽ വിറ്റിട്ട്
ബൈത്തുൽ മാലിൽ നിന്ന് കൈപ്പറ്റിയ മുഴുവൻ ശമ്പളവും തിരിച്ചടച്ചുകൊണ്ടാണ് വഫാത്തായത്. വഫാത്താവുന്നതിന് മുമ്പ് തൻ്റെ ഒരു മുതലുണ്ടായിരുന്നു അനന്തരമായി വന്ന, അത് മുഴുവൻ വിറ്റിട്ട് ബൈത്തുൽ മാലിൽ നിന്ന് ലഭിച്ച മുഴുവൻ ശമ്പളവും തിരിച്ചടച്ചു. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു. എന്താ ഉമർ ഖത്താബിന്റെ പണിനരങ്ങള്? സ്ഥലക്കച്ചവടം. സീറത്തുൽ ഹലബിയിലുണ്ട് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ഥലക്കച്ചവടക്കാരനാണ്, ബ്രോക്കറാണ്. 10 സെന്റ് 5 സെന്റ് 25 സെന്റ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, പോയി നോക്കുക, അളക്കുക. ഇതന്നെ ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്ഥലക്കച്ചവടമാണ്. ഓല് ചെയ്യാത്തൊരു പണിയൊന്നുമില്ല, ഓലെല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. അവരെ മാതൃകയാക്കണം, അപ്പളാ വിജയിക്കാൻ പറ്റാം, അപ്പളാ വിജയിക്കാം. നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് എന്ത്, കച്ചവടമാകുമ്പോൾ ദേശം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. എങ്ങനെ ഉണ്ടാവുന്ന അപ്പി പറഞ്ഞത്? മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണേ. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കപ്പലുണ്ട് എന്ന് പറഞ്ഞത് എന്ത് കപ്പലാന്നറിയ നിങ്ങള്? കച്ചവടച്ചരക്ക് കൊണ്ടുവരുന്ന കപ്പല്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് കപ്പലിൽ ചരക്ക് കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിരുന്ന സൂപ്പർ മാർക്കറ്റിന്റെ ഉടമയാണ്. വലിയ ബിസിനസ്സാണ്, ഹോൾസെയിലാണ്. എന്നിട്ട് എന്തേ? ഒരു കുഴപ്പമില്ല. നല്ലവർക്ക് ചെയ്യണമെന്ന് കരുതിയാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. ബഹുമാനപ്പെട്ട സഹാബത്തിലെ ഏറ്റവും പ്രമുഖനായ കച്ചവടക്കാരനായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കത്തുനിന്ന് വന്ന മുഹാജിരീങ്ങളിൽപ്പെട്ട ഒരാളെയും മദീനയിൽ താമസമുണ്ടായിരുന്ന അൻസാരികളിൽപ്പെട്ട ഒരാളെയും തമ്മിൽ കൂട്ടുകാരനാക്കിയപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന കച്ചവടക്കാരനാണ്. കയ്യും വീശിട്ടാ വന്നത്, ഒന്നുമില്ല. നബി തങ്ങൾ മദീനത്തെത്തിയതിന് ശേഷം ആദ്യം ചെയ്തത് മക്കത്തുനിന്ന് വന്ന ഒരാളെയും മദീനത്തുനിന്ന് വന്ന ഒരാളെയും തമ്മിൽ കൂട്ടുകാരനാക്കി. നമ്മളെ പള്ളിക്കൊക്കെ ദർസോ അല്ലെങ്കിൽ ഇഫ്ള് കോളേജിക്കൊക്കെ കുട്ടികൾ വന്നാൽ വന്ന ദിവസം ഓരോ കുട്ടിനെ വിളിച്ചുകൊണ്ട് ഓരോരുത്തരെടുത്ത് കൊടുക്കും. ഇത് ഉച്ചക്ക് ഇയ്യോ ഉണ്ടായിക്കോ, രാത്രി ഇയ്യോ ഉണ്ടായിക്കോ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കും എന്ന മാതിരി മക്കത്തുനിന്ന് വന്ന ആൾക്കാരെ മദീനത്തുള്ള ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഒരു അൻസാരിക്ക് കിട്ടി, ഒരു സഹാബിക്ക്. മൂപ്പര് പെരെ കൊണ്ടുപോയിട്ട് രാത്രി ചോറൊക്കെ കൊടുത്ത് കിടക്കാൻ നേരത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് അൻസാരി പറഞ്ഞു, നാളെ നേരം പുലർന്നാൽ എനിക്ക് 2 തോട്ടങ്ങളുണ്ട്, എനിക്ക് 2 പ്രധാനപ്പെട്ട കൃഷിത്തോട്ടങ്ങളുണ്ട്, ഈത്തപ്പഴവും മുന്തിരിയുമെല്ലാമുള്ള തോട്ടം. നീ നാളെ നേരം പുലർന്നാൽ എൻ്റെ 2 തോട്ടങ്ങളെയും ഒന്ന് നടന്നു കാണണം. അതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണോ ആ തോട്ടം ഞാൻ നിനക്കു തരാം എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ആ അൻസാരി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിങ്ങളെ തോട്ടമൊന്നും വേണ്ട, എനിക്ക് നാളെ നേരം വെളുത്താൽ നിങ്ങൾ മാർക്കറ്റിക്കൊന്ന് എൻ്റെ ഒപ്പം വന്നിട്ട് കച്ചവടം കിട്ടുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തന്നാൽ മതി പറഞ്ഞു. നമ്മളോടൊക്കെയാണ് ഇപ്പം എനിക്ക് 2 തോട്ടം ഉണ്ട്, അതിലൊന്ന് എനക്കണ്ട് തരാമെന്ന് പറഞ്ഞാൽ ആ എന്നാൽ പിന്നെ അവർ തന്നാളി അറിയാം. നമുക്ക് ഓസി കിട്ടിയാൽ ഓൽമെൻറ്റും തിന്നാന്നുള്ളതാണ് നമ്മളെ പരിപാടി. അങ്ങനെയല്ലോ. എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തൊരു കേസാണ് ഈ BPL കാർഡിന് എന്താണ് അപേക്ഷ കൊടുക്കാൻ കാരണം. ഗവൺമെൻറ് പറയാം നിങ്ങൾ മുതലാളിയാണ് എന്ന്. അപ്പം നമ്മൾ പറയാം അല്ലേ ഞാൻ ഫക്കീറാവുന്നു അപേക്ഷ കൊടുക്കുക. ശരിക്കും പൈസക്കാരനാകാനാണല്ലോ അപേക്ഷ കൊടുക്കേണ്ടത്, ദരിദ്രനാവാൻ അപേക്ഷ കൊടുക്കേണ്ടതിൻ്റെ കാരണം എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല. ഞാനിത് നിങ്ങളോട് തമാശ കൂടെ പറയുകയാണെങ്കിൽ ഇതൊരു ഗൗരവമുള്ള വിഷയം കേട്ടോ. മൻ ഫതഹ അലാ നഫ്സിഹി ബാബം മിനൽ മസ്അലത്തി ഫതഹ അല്ലാഹു അലൈഹി 70 ബാബം മിനൽ ഫഖർ ഹബീബുനാ റസൂലുള്ളാഹി. നല്ലോണം മനസ്സിലായിക്കോളി. റമദാൻ മാസം വരുന്നുണ്ട്, 25 വരുന്നുണ്ട്, നല്ല മനസ്സിലായിക്കോളി. മൻ ഫതഹ അലാ നഫ്സിഹി ബാബം മിനൽ മസ്അല, ആരെങ്കിലും സ്വന്തത്തിൻ്റെ മേലിൽ യാചനയുടെ സഹായാഭ്യർത്ഥനയുടെ ഒരു വാതിൽ തുറന്നാൽ ഫതഹല്ലാഹു അലൈഹി 70 ബാബം മിനൽ ഫഖർ, അല്ലാഹു അവന്റെ മേൽ ദാരിദ്ര്യത്തിന്റെ 70 വാതിൽ തുറക്കുന്നതാണ്. അപേക്ഷ കൊടുക്കുന്നവൻ എക്കാലവും അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കും. എന്തേ?
ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു രഹസ്യം ഇരിക്കുന്നുണ്ടെന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് പടച്ചോനറിയാം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി. അപ്പുറത്തുള്ള പെണ്ണുങ്ങൾക്ക് വല്ല റേഞ്ചും കിട്ടുന്നുണ്ടോന്നാവോ? എന്തായാലും നല്ല കേട്ടോളി, 25 വരുന്നുണ്ടല്ലോ. ഒരാൾ തൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ മേൽ സഹായാഭ്യർത്ഥനയുടെ ഒരു വാതിൽ തുറന്നാൽ അള്ളാഹു അവൻ്റെ മേൽ ദാരിദ്ര്യത്തിൻ്റെ 70 വാതിൽ തുറക്കും. ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു പ്രശ്നമുണ്ട്. രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗിയാണ് എന്നതിൽ അഭിമാനം കണ്ടെത്തുന്നുണ്ട് എന്ന ഒരു പ്രശ്നം ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, മനസ്സിലാകുന്നത് വരെ ഞാൻ പറയും, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ തയ്യാറായാൽ മതി. എന്താ പറഞ്ഞു? ആദ്യം പറഞ്ഞത് ദരിദ്രനാകുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നു എന്നൊരു വിഷയമുണ്ട്. 25,000 സക്കാത്ത് കിട്ടിയെന്ന് വിചാരിക്കുക. 25,000 നേരം വെളുത്തേക്കിന് സുബീൻ്റെ മുമ്പന്നെ ഇറങ്ങി പുറപ്പെട്ടു. എല്ലാവരുടെ അടുത്തും പോയിട്ട് 50 ഉറുപ്പ്യ വാങ്ങി, കുറച്ച് പൈസ കിട്ടി. ആ പൈസക്ക് ഇങ്ങനെ കിട്ടിയിട്ട് വൈകുന്നേരം ഇങ്ങനെ വന്നുങ്ങാണ്ട് അതിങ്ങനെ നോക്കിയിട്ട് എണ്ണിങ്ങാണ്ട് അങ്ങനെ മനസ്സിൽ പറയും, പടച്ചോനെ ഇക്കൊല്ലത്തെ 25,000 ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പടച്ചോനെ കായ് വളരെ കുറവായിരുന്നു. അടുത്ത കൊല്ലത്തെ 25,000 കുറച്ച് തോനെ കായ് തരണേ അല്ലാ. അവൻ്റെ കൽബിലുള്ള ആഗ്രഹം എന്താ? അതിൻ്റെ അർത്ഥം അടുത്ത കൊല്ലത്തെ 25,000 എന്നെ തെണ്ടിയാക്കണേ എന്നല്ല അതിൻ്റെ അർത്ഥം. എന്താ ഓന് നേരെ തിരിച്ചാഗ്രഹിച്ചാൽ, പടച്ചോനെ ഈ കൊല്ലത്തെ 25,000 എനിക്ക് ആൾക്കാരുടെ അടുത്ത് നിന്ന് കായ് വാങ്ങേണ്ടി വന്നു, അടുത്ത കൊല്ലത്തെ 25,000 എല്ലാവർക്കും പൈസ കൊടുക്കാനുള്ള ഒരു തൗഫീഖ് നീ എനിക്ക് തരണേ പടച്ചോനെ എന്ന് ദ്വാരന്നിരുന്നെങ്കിൽ എന്താ അള്ളാഹ്ക്ക് നമുക്ക് തരാൻ പാടില്ല എന്ന് വല്ല വാശിയുണ്ടോ? ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ എന്താ ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അത് പൊട്ടുമുറിയൊന്നുമല്ല. ബർക്കത്ത് നമ്മളുള്ള ബർക്കത്ത് നമ്മൾ കളയണത് തന്നെയാണ്. നമ്മളുള്ള ബർക്കത്ത് നമ്മൾ തന്നെ കളയണത്. എന്താ മൗലവിയാവാൻ ആഗ്രഹിച്ച വല്ല പ്രശ്നമുണ്ടോ? അള്ളാഹുവേ 3 സെന്റ് സ്ഥലം അതിൽ ചെറിയ ഒരു പെരിന്തരനെ പഠിച്ചോനേന്ന് മൂപ്പര് ദ്വയണത്. ഉംറക്ക് പോയിട്ട് അവിടുന്ന് ദ്വരക്ക 3 സെന്റ് സ്ഥലം അതിൽ ചെറിയൊരു പെരയും. അള്ളാൻ്റെ അടുത്ത് 10 സെന്റ് ഇല്ലല്ലോ എനിക്ക് തരാൻ. ആരോടൊപ്പം ഈ ദ്വരക്കണേ? 10 സെന്റ് ഇല്ലാത്തവനോടാ ദ്വരക്കണേ. എന്താ ഒരു 10 സെന്റ് സ്ഥലം അതിലൊരു 2 നിലയുള്ള പെരയും മുറ്റത്തൊരു കാറൊക്കെ ആഗ്രഹിച്ചാൽ വരിക? ആഗ്രഹിച്ചാലേ കിട്ടൂ, അല്ലാത്ത കിട്ടൂല. കൽബിൻ്റെ ആഗ്രഹത്തെയാണ് ദുആ എന്ന് പറയണത്. കൽബിൻ്റെ ആഗ്രഹം ദുആയിലെ ഏറ്റവും പ്രധാനമാണ്. അപ്പം എന്തേ ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ അവൻ ആഗ്രഹമുണ്ട് എന്നൊരു വിഷയം ഇരിക്കുന്നുണ്ട്. ഞാൻ സാധുവായാൽ മതി എന്നൊരു ചിന്ത അവൻ്റെ അടുത്തുണ്ട്. രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കണ്ടെത്തുന്നുണ്ട്. ഞാൻ ഒരിക്കൽ അങ്ങനെ ആ മണ്ണാർക്കാട് ഭാഗത്ത് പാലക്കാട് ഭാഗത്തേക്ക് ഒരു പരിപാടിക്ക് പോയപ്പോൾ എൻ്റെ ഒപ്പം ജാമ്യയിൽ പഠിച്ചിരുന്ന ഒരാൾ ഖുതുബോദിനൊരു പള്ളിയിൽ കയറി അസർസ്കരിക്കാൻ. അപ്പോൾ അസർസ്കാരം കഴിഞ്ഞപ്പോൾ മൂപ്പര് വേഗം ഓടി വന്നിട്ട് മുന്നിലുള്ള ഒരു ബേക്കറിയിൽ നിന്ന് ഒരു ചായ ഒരു കടിയൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞാൻ അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വയസ്സായ ആൾ വന്നു. വയസ്സായ ആൾ അപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഫൈസി എന്നോട് പറഞ്ഞു, ഞങ്ങളെ മഹലിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, ഇവിടുത്തെ എല്ലാ ദീനീ കാര്യങ്ങൾക്കും മൂപ്പര് മുമ്പന്തിയിലുണ്ടാവും, നിങ്ങൾ മൂപ്പർക്ക് വേണ്ടി ദ്വാരക്കണം, മൂപ്പർക്ക് ഒരു ബൈപ്പാസൊക്കെ കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഇങ്ങോട്ട് നീച്ചിട്ട് പറഞ്ഞു, ഒരു ബൈപ്പാസോ 2 ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം വല്ല ആന ഉണ്ട് എന്ന് പറയും പോലെ ഈ ബൈപ്പാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞത് ഇത്ര അഭിമാനമുള്ളൊരു വിഷയമാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കല്യാണ നിശ്ചയത്തിന് പോയിട്ടേ ഒരു മധുരമില്ലാത്ത ചായ എന്ന് പറയുമ്പോൾ മൂപ്പര് വിചാരം ഇതെന്തോ വലിയ സർട്ടിഫിക്കറ്റാണ് എന്നാണ്. മധുരമില്ലാത്ത ചായ കല്യാണ നിശ്ചയത്തിന് പോകാനുള്ള യോഗ്യതയാണ് അത് എന്നാണ് മൂപ്പര് വിചാരം. ഞാൻ എന്തങ്ങോട്ട് പറഞ്ഞത്, രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ
രോഗിയാകുന്നതിൽ അഭിമാനം കാണുന്നു എന്ന ഒരു പ്രശ്നമുണ്ട്. 8 ദിവസം ആശുപത്രിയിലായിരുന്നു, കോഴിക്കോട് ഡാഷ് ആശുപത്രിയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവതരണം കേട്ടാൽ മൂപ്പര് വല്ല കുവൈത്ത് നിന്ന് വരികയാണെന്ന് അപ്പം പറഞ്ഞത് തോന്നും. ആശുപത്രി കടന്ന് ഇത്ര വലിയ അഭിമാനമുള്ള കാര്യമാണ്. രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കാണുന്നുണ്ട് എന്ന ഒരു പ്രശ്നമിരിക്കുന്നു. ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു പ്രശ്നം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് സക്കാത്ത് കിട്ടാൻ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. സക്കാത്ത് വാങ്ങേണ്ടി വരുന്ന അവസ്ഥ ഇല്ലാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ ദുആ ചെയ്യേണ്ടത് എന്നാണ്.